ഒരു വെറൈറ്റിക്ക് ഞാൻ അമ്മൂനിങ്ങനെ പിടിച്ചു തരാം. അപ്പൊ എല്ലാവരും ഹലോ, ഇന്ന് നമ്മുടെ അമ്മുക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. ആള് കുളിക്കാനൊക്കെ പോയിട്ടുണ്ട്. വരുമ്പോൾ അതാണ്ട് ഇത് കൊടുക്കണം, പരിഭവം പാടില്ലല്ലോ. അങ്ങനെ ഞാൻ ഒരു ചെറിയ തട്ടിക്കൂട്ട് ഗ്രീറ്റിംഗ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ കുഞ്ഞാണെങ്കിൽ കുക്ക് ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. ഇന്ന് സദ്യയൊക്കെ വെക്കാനാണ് പ്ലാൻ. പക്ഷെ എനിക്ക് കോളേജിൽ പോകണം, അതാണ് ഏറ്റവും വലിയ സങ്കടം. എന്തായാലും നമുക്ക് ആ കാര്യങ്ങൾ നോക്കാം. കുക്കർ വിസിൽ കേൾക്കുന്നു. സദ്യ ഉണ്ടാക്കുന്നതാ. രാവിലെ ഉറക്കണിറ്റു അടുക്കളയിൽ മലക്കറി കട്ട് ചെയ്യുന്നു. എല്ലാം കോളമായിട്ട് കിടക്കുക. അവിയൽ, സാമ്പാർ, കിച്ചടി, പുളിശ്ശേരി എല്ലാം. പരിപ്പല്ലേ? സാമ്പാർ. ഇത്തവണ അമ്മുക്കുട്ടിക്ക് സദ്യ വേണം. അമ്പലത്തിൽ പോണം, കേക്ക് മുറിക്കണം, പുതിയ ഡ്രസ് ഇടണം, പാൽപ്പായസം വേണം. പാൽപ്പായസം വേണം. അതാണ് ഇന്നത്തെ ആഗ്രഹം. എവിടെ അമ്മുക്കുട്ടി? എവിടെ? കുളിക്കാൻ. കുളിക്കായിരിക്കും കേട്ടോ. ഞാൻ കുളിച്ചില്ല, അമ്പലത്തിൽ പോവാനേ. മിക്കവാറും എന്നെ ഇപ്പൊ വന്നേ അവള് എന്താ അമ്മയെ പോകുന്നില്ലേ? ഇന്ന് രണ്ടുപേരും എന്തോ മാച്ച് ആയിട്ട് ഡ്രസ്സൊക്കെ ഇടുന്നുണ്ട്. രാത്രി ഇന്നലെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്തൊക്കെ വെച്ച്. അപ്പൊ ഇന്ന് ഇടണ്ടേ, അതിന്റെ ത്രില്ലിലും കൂടെ ആണ് ആള്. ഇനിയിപ്പോ വരും. അമ്മൂമ്മ അയ്യോ അയ്യോ, അമ്മൂമ്മ ദാണ്ടേ ഇതൊക്കെ കാണിക്കണേ. ഇനി ഇവിടെ നിൽക്കണേ, കണ്ണടച്ച് ഞാൻ സംഭവം കൊണ്ടുവരാവേ. സാധാരണ ഞാനാണ് ഇവിടെ എല്ലാവർക്കും കൊടുക്കല് പതിവ്. ഓ അമ്മൂമ്മ ഹായ് വരൂ. അമ്മ പൂ കൊടുത്ത അമ്മുക്കുട്ടിക്ക് ഇതാണ്ട് വേണ്ടേ. ഇതാണ് അമ്മുക്കുട്ടിക്ക് കൊടുത്തത്. രാവിലെ എണീറ്റപ്പോഴാണ്. ഇന്നലെ ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ കുറച്ചുകൂടെ നമുക്കൊരു ഇതുണ്ടല്ലോ. ഇന്നലെ കൂടെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. രാവിലെ ഉണ്ട് ചെയ്ത്. എങ്ങനെയുണ്ട് അമ്മൂമ്മ? ഇങ്ങോട്ട് ഇപ്പൊ രാവിലെ മധുരത്തിന് കർക്കണ്ട് കൊടുത്തു. എന്തോ? അല്ലല്ല, അമ്മൂന് കർക്കണ്ട് കൊടുത്തത്. കുളിക്കാൻ പോയ ആള് ചോദിക്കുവാണേ, കട്ടന് മധുരം കൂടി പോയത്. സോ ഇനി ഇവർ അമ്പലത്തിൽ പോകാൻ പോകുന്നു. പിന്നെ വിളിച്ചോണ്ട് വരുന്നതാണോ? കഴിക്കുന്നതാണ്. വെട്ടി വിഴുങ്ങാനായി ഞാൻ അവിടെ നിന്ന് വരും, ചാടി ഓടി വരും. തണ്ട ഇറങ്ങി വരും. അയ്യോ, ആ മുഖം നോക്ക്, ആ ഓമനക്കം തുളുമ്പുന്ന മുഖം ഒന്ന് നോക്കിക്ക്. പോയാ പാവാടാ? ശരിയാവൂലടി, നിനക്ക് ഒന്നും ശരിയാവില്ലടി. ഇത്രയും നന്നായിട്ട് ഒരുങ്ങിയിട്ട് അവളെ സംസാരം. എങ്ങനെയുണ്ട് അമ്മുക്കുട്ടിയുടെ അമ്മയുടെ ഒക്കെ ഡ്രസ്സ്? നല്ല ഒരുപോലെ മയം. എന്താ ഇവിടെ ഒരു നീലമയം? എന്താണ്? ചായത്തിൽ വീണ നീലക്കുറുക്കൻ. എങ്ങനെയാണ് അമ്മുക്കുട്ടി? അമ്മ ഒന്ന് നല്ല സുന്ദരിയായിട്ടുണ്ട്. ഓടിപ്പോയിട്ട് വാ, ഞാൻ 2 ഫോട്ടോ എടുത്തു തരാം. ചുന്ദരി അമ്മുക്കുട്ടി തന്നെ ഒരു വലിയ റോച്ചാപ്പൂ അമ്മൂമ്മ കൊടുത്ത് എടുത്ത് തലയിൽ വെച്ചിട്ടുണ്ട്. തലയിൽ വെച്ചിട്ടുണ്ട്. സീമാട്ടി ഇല്ല. ഓക്കെ. ബൈ ബൈ. സോ ഗായ്സ്, ഞങ്ങളങ്ങനെ ആഴിമല എത്തിയിട്ടുണ്ട്. ആഴിമലയാണെങ്കിൽ കുറേ കളർ കുങ്കുമംസ് ഒക്കെ ഇരിപ്പുണ്ട്. അതിലോട്ട് എൻ്റെ കണ്ണ് പോയെങ്കിലും മമ്മി പറഞ്ഞു വേണ്ടാന്ന്. പിന്നെ കുറച്ച് ബൊമ്മാസൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പിങ്കും ഞങ്ങളൊരു പച്ച കളർ ബൊമ്മയും മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളകത്തേക്ക് കയറി.
അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പിന്നെ പുറത്തോട്ട് വന്നത്. പിന്നെ അയ്യപ്പന്മാരൊക്കെ ഉണ്ടായിരുന്നു, ആ ഒരു സീസൺ ടൈമൊക്കെ ആയതുകൊണ്ട് അയ്യപ്പന്മാരുണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് തൊഴുതു. അമ്മക്കുട്ടി ഹാപ്പിയാണ്, അമ്മയും ഹാപ്പിയാണ് അല്ലേ? പോവാം വീട്ടിൽ. അപ്പോൾ നമ്മളിത് ആഴിമല ടെമ്പിളിൽ വന്ന് തിരിച്ചു പോവുകയാണ്. ഇന്ന് ആഴിമല വന്നത് എന്തുകൊണ്ടാണ് അമ്മു? എൻ്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ ആയതുകൊണ്ടല്ല, അമ്മക്കുട്ടി പറഞ്ഞു അമ്മക്കുട്ടിക്ക് ബർത്ത്ഡേക്ക് ശിവക്ഷേത്രത്തിൽ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ അമ്മക്കുട്ടിയുടെ ആഗ്രഹമല്ലേ നടത്തേണ്ടത്, അതുകൊണ്ടാണ് അമ്മക്കുട്ടി ഇങ്ങനെ ആഴിമലയിലോട്ട് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ അമ്മക്കുട്ടി പറയുന്ന എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കണ്ടേ? അമ്മ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളല്ലേ പറയുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകണോ ശിവൻ്റെ അമ്പലത്തിൽ പോകണോ? അപ്പോൾ അമ്മക്കുട്ടി പറഞ്ഞു അമ്മക്കുട്ടിക്ക് ശിവനെ കാണണമെന്ന്. ശിവനെ കണ്ടോ? ശിവൻ എന്ത് പറഞ്ഞു? പ്രാർത്ഥിച്ചോ? അങ്ങനെ ഞാൻ തൻ്റെ കോളേജിലേക്ക് പോകാൻ പോവാണ്. എൻ്റെ കുഞ്ഞമ്മ എന്നെ കൊണ്ടാക്കും. രഥത്തിൽ കയറിയിരിപ്പുണ്ട്. അപ്പുണ്ട് ഇതിൽ ഇതാണ്ട്. അപ്പം നമ്മൾ അമ്മുക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് എല്ലാം വല്യച്ഛൻ വന്ന് കുഞ്ഞമ്മ കറികളൊക്കെ ഉണ്ടാക്കി, സദ്യയൊക്കെ ആയി. നമ്മൾ അപ്പുക്കുട്ടനുണ്ട്. അപ്പു ഹായ് പറ അപ്പു. ഹായ് ഹായ് ഹായ്. അങ്ങനെ നമ്മൾ തൻ്റെ കൂട്ടാനൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മാമ്മയും സദ്യ വിളമ്പുന്നതിൻ്റെ തിരക്കിലാണ്. എനിക്ക് കഴിച്ചുണ്ടേ കോളേജിൽ പോകണം. കഴിക്കൂല ചങ്ങനെ. ചോറൊക്കെ വന്നു, പപ്പടമൊക്കെ ഉണ്ട്. പപ്പടക്കാരി അമ്മൂമ്മ, പപ്പടക്കാരി അമ്മൂമ്മ, ചോറ് കരി. അതെ പപ്പടം. ഫ്രണ്ട്സ്, എൻ്റെ അച്ഛൻ കാത് കുത്തിയിരിക്കുന്നു. എൻ്റെ അച്ഛൻ്റെ കയ്യിൽ ആമ മോതിരം കിടക്കുന്നു. ഓ ഞാൻ മറ്റേ നമ്മള് ഫാൻസി ഒന്നും കണ്ടില്ലേ, അതിൻ്റെ ഒരു ടച്ചും ഇല്ല ഏട്ടാ ഇതിന്. നല്ല അടിപൊളി സാധനം, കൊള്ളാം. ഇവിടെ ഇതാണ് ഗൈസ് അച്ഛൻ്റെ ആമ മോതിരം. പക്ഷെ കൊള്ളാം അല്ലേ കുഞ്ഞമ്മ? ഇനി മതി ഞാൻ കഴിക്കട്ടെ. അതേ എൻ്റെ അച്ഛൻ തൻ്റെ എല്ലാ കൂട്ടാനും ഒരുമിച്ചിട്ട് അങ്ങ് കുഴച്ച്, അതാ പിന്നെ എടുത്തെടുത്ത് വെക്കൂലല്ലോ. സാമ്പാർ എൻ്റെ മോൻ കൊണ്ടുപോയി. സാമ്പാർ എൻ്റെ അമ്മുക്കുട്ടി ബർത്ത്ഡേ ഗേൾ. പുതിയ ഉടുപ്പാണ് ഏട്ടാ അമ്മുക്കുട്ടിയിരുന്നത്. അടിപൊളിയാണ്, കൊള്ളാം. അച്ഛൻ വലിയച്ഛൻ സദ്യ കഴിക്കുന്നു. വീഡിയോ കോൾ ചെയ്താൽ അപ്പു സദ്യ കഴിക്കണം. ഞാൻ പാറുവിനെ വിളിച്ചോണ്ട് തന്നെ വന്നു. വീഡിയോ കോൾ ചെയ്താൽ സദ്യ കഴിക്കണ കാണാം. ഇല്ല എന്താ വല്ലത് നടക്കുവോ അപ്പക്കുട്ട? അമ്മ കഴിക്കേ. അതെന്ത്? അയ്യോ ഞങ്ങളെല്ലാവരും കഴിച്ചു കഴിഞ്ഞ് പിന്നെയാണ് അമ്മൂമ്മയും കുഞ്ഞയൊക്കെ കഴിക്കാനിരുന്നത്. അമ്മമ്മ താണ്ട നല്ല രീതിയിൽ വേശ കഴിക്കുന്നുണ്ട്. അയ്യോ സൂപ്പർ എന്ന് പറയുന്ന ഞാനല്ലേ ഉണ്ടാക്കിയത്, പിന്നെ സൂപ്പർ എങ്ങനെ ഇരിക്കും? അമ്മയും കൂടെ നോക്ക്. അമ്മമ്മ നോക്ക്. ഇനി അമ്മമ്മ. ഇവിടെ ബർത്ത്ഡേ കാര്യമായി എനിക്ക് കിട്ടിയില്ല.
കഴിക്കുന്ന കഴിപ്പ് കണ്ടിട്ട് ഇന്നൊന്നും മതിയാക്കുന്ന ലക്ഷണമില്ല. നമ്മൾ അമ്മുക്കുട്ടിയുടെ കേക്ക് കഴിട്ട് വരാൻ പോവുകയാണ് ഗൈസ്. നമ്മളിപ്പോ ആ ചടങ്ങിലോട്ട് ഇങ്ങനെ കത്രിക വെച്ച് കട്ട് ചെയ്തിട്ട് ഇപ്പൊ കേറും. അപ്പൊ നമുക്ക് കേറാം. എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ കോളേജിൽ നിന്ന് വന്നതാണ്. അതിന്റെ ചെറിയ ടെൻഷനും പരിവേശവും ഒക്കെ അവർക്ക് കാണും. ഇനി കേക്ക് കഴിക്കാം. ഓക്കെ ഓക്കെ. പെട്ടെന്ന് ആ ചടങ്ങ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ അമ്മുക്കുട്ടി. ഹാപ്പി ബർത്ത്ഡേ ടു യു. അതൊക്കെ വേണ്ട. എനിക്ക് കഴിക്കും. ലാസ്റ്റ് മതിയടി. ഓർഡറിലങ്ങ് വരാം അല്ലേ അച്ഛാ? കേക്ക് കൊള്ളാം അല്ലേ? റെഡ് വെൽവെറ്റ് കൊള്ളാം. എനിക്ക് കിട്ടിയില്ല. എന്തായാലും ചുമ്മാ സൂപ്പർ അമ്മുക്കുട്ടി ഇന്ന് റെഡ് വെൽവെറ്റിൽ നിൽക്കുകയാണ്. ഇതിപ്പോ നിങ്ങള് കണ്ടു കാണുമല്ലോ കേക്ക് കട്ടിയല്. പാറു ഇവളെന്തിട്ട് കാണിക്കണ? എനിക്ക് തരുന്നില്ല. എനിക്ക് വേണ്ട. വേറെ ഇത് തുറക്കാൻ എല്ലാരും എടുത്താ കേക്ക്? എടുത്താ മറന്നു. അങ്ങനെ ലാസ്റ്റ് ഞാനും അമ്മുക്കുട്ടിയും കൂടി ഇരുന്ന് കേക്ക് ഫുൾ അടി കൂടി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എല്ലാവരും കേക്കൊക്കെ കഴിച്ച് നല്ല ക്ഷീണിതയായിട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ ബർത്ത്ഡേ ഒക്കെ അങ്ങ് ഫിനിഷ് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.